ഒരു നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ മുമ്പ് ജീവിച്ചവരോ ആയ ആളുകളുടെ പ്രത്യേകതയായിരിക്കും. ഇന്ന് ഞാൻ ഒരാളോട് ചോദിച്ചു, ഈ തവളഞ്ചനൊക്കെ എങ്ങനെ പോകുക എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു കാനാഞ്ചേരിക്കുള്ള റോട്ടിനാണ്. അപ്പൊ ചോദിച്ചു കാനാഞ്ചേരി എവിടെയെന്ന് ചോദിച്ചു. ശാബദങ്ങളൊക്കെ ഓതിയുന്ന സ്ഥലം എന്ന് പറഞ്ഞു. ഒരു നാടിന്റെ പ്രത്യേകത ആ നാട്ടിൽ ജീവിച്ച ആൾക്കാരുടെ പ്രത്യേകതയാണ് തന്നെ സംഗതി. മമ്പർ എന്ന് പറഞ്ഞാല് തിരുരങ്ങാടി പോയതിന്റെ മേലെ കൂടെ ബസ് പോണ പാലുണ്ട് എന്നല്ല, മമ്പർത്ത് തങ്ങൾ പറഞ്ഞ ഒരാളുണ്ട് എന്നാണ്. ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത അവിടെ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതോ മുമ്പ് ജീവിച്ചവരോ ആയ ആളുകളുടെ പ്രത്യേകതയായിരിക്കും. പാണക്കാട് എന്ന് പറഞ്ഞാല് പള്ളിന്റെ ബാക്ക് കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്നല്ല, പാണക്കാട്ടെ തങ്ങള് എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നാണ്. ഒരു നാടിന്റെ പ്രത്യേകത ആ നാട്ടിൽ ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുമ്പ് ജീവിച്ചവർ അവരുടെ പ്രത്യേകതയായിരിക്കും. ഏത് നാടും നോക്കിക്കോളി അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട മിസ്റിലെ രാജാവായിരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിലെ രാജാവാണ്. നൈൽ നദിയുടെ തീരത്താണ് മഹാനവറുകൾ താമസിച്ചിരുന്നത്. ഒരു ദിവസം പുഴന്റെ അക്കരെ പാർക്കണ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു കുറച്ച് ദിവസം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് പാർത്താ തിരക്കിടുണ്ടായിരുന്നില്ല. അപ്പൊ ചോദിച്ചു അതെന്തിനാ ചോദിച്ചു. അതെന്തിനാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ കുറച്ച് വന്ന് പാർത്താലേ അവിടെ ജലസേചനം നടക്കും, കൃഷി ഉണ്ടാകും, അങ്ങനെ എല്ലാവർക്കും സമ്പത്തുണ്ടാകും, ആൾക്കാരെ കടൊക്കെ വീടും, പെരപ്പണിയൊക്കെ തീരും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഇന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാറുണ്ട്. അങ്ങനെ നൈൽ നദിയുടെ മറുകരയിൽ പോയി യൂസുഫ് നബി അലൈഹിസ്സലാം താമസിച്ചു. ഓല് പ്രതീക്ഷമാതിരി തന്നെ ജലസേചനം നടന്നു, കൃഷി ഉണ്ടായി, വരുമാനം ഉണ്ടായി, കച്ചവടം നടന്നു, കടം വീടി, പെരപ്പണി തീർന്നു, എല്ലാവരും പൈസക്കാരായി. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. യൂസുഫ് നബി അലൈഹിസ്സലാം മറുകരയിൽ വെച്ച് വഫാത്തായി. ഞാൻ ഈ പറയുന്നത് തഫ്സീർ സ്വാവിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സൂറത്ത് യൂസുഫിന്റെ തഫ്സീറിലുണ്ട്. മറുകരയിൽ വെച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം വഫാത്തായപ്പോ ഒരു തർക്കമുണ്ടായി. അക്കരമുള്ളവര് പറഞ്ഞു ഞങ്ങൾ നാട്ടിക്ക് കൊണ്ടുപോകും, ഞങ്ങളെ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞു. ഇക്കരമുള്ളവര് പറഞ്ഞു ഇവിടുന്നല്ലേ മരിച്ചത്, കൊണ്ടുപോകാൻ അയക്കൂല എന്ന് പറഞ്ഞു. അക്കരമക്കാര് പറഞ്ഞു അയക്കൂലെന്നോ, എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞു. ഇക്കരമുള്ളവർ പറഞ്ഞു നിങ്ങളൊന്ന് കൊണ്ടേക്കാൻ, ഇന്ന് അതൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഹത്തായത്തിലു രണ്ടു കൂട്ടരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി, മയ്യത്തിന് വേണ്ടിയിട്ട്. അതാണ് നല്ല മനുഷ്യന്മാരെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഓലും മരിച്ചിടന്നാലും മതി, ഓലും മരിച്ചിടന്നാലും മതിയോ. അവസാനം രണ്ട് നാട്ടിലെയും ഖാദിമാര്, വിധികർത്താക്കൾ, ജഡ്ജികൾ യോഗം ചേർന്നു. അങ്ങനെ രണ്ടു കൂട്ടരും കൂടിയും ഒരു യോജിച്ച തീരുമാനത്തിലെത്തി. നൈൽ നദിക്ക് കുറുകെ ബണ്ട് കെട്ടിയിട്ട് മണലും ചാക്ക് വെച്ച് വെള്ളം കെട്ടി നിർത്തുക, എന്നിട്ട് അതിൻ്റെ നടുവിൽ പെട്ടിയിലാക്കി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മറവ് ചെയ്യുക, എന്നിട്ട് വെള്ളം രണ്ട് ഭാഗത്തേക്കും തിരിച്ചുവിടുക തീരുമാനിച്ചു. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നൈൽ നദിയുടെ നടുവിൽ മറവ് ചെയ്തു. വെള്ളം രണ്ട് ഭാഗത്തേക്കും തിരിച്ചുവിട്ടു. പിൽക്കാലത്ത് അമ്പിയാക്കളിൽപ്പെട്ട ചിലർക്ക് അള്ളാഹു സ്വപ്നം മുഖേന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോവാൻ വഹി നൽകി.
അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ അവിടെ നിന്ന് എടുത്ത് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി പിന്നീട് മറവ് ചെയ്യുകയുണ്ടായി. എന്താ പറയാൻ കാരണം? ഒരു നാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ജീവിച്ചു പോയ ആളുകളുടെ പ്രത്യേകതയാണ്.